ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് റിസൾട്ടിലോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. മൂന്നാം ആഴ്ചയുടെ വോട്ടിംഗ് റിസൾട്ടിലോട്ടാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. നമ്മുടെ വോട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ തന്നെ കയറി വോട്ടുകൾ രേഖപ്പെടുത്തി ഈ മൂന്നാമത്തെ ആഴ്ചയുടെ എവിക്ഷനിൽ നിന്ന് അവരെ സേഫ് ആക്കുകയും കൂടെ ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ ചാനലിൽ കമൻറ്റും കൂടി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണുള്ളത്. 9 പേരും വാശിയേറിയ പോരാട്ടമാണ് വോട്ടിങ്ങിൽ കാണിച്ചു വയ്ക്കുന്നത്. ഒന്നാം പൊസിഷനിൽ അനിമോൾ തന്നെയാണ് തുടരുന്നത്. 5340 വോട്ടുകളുള്ള ഭൂരിപക്ഷത്തിൽ അനിമോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും വളരെയധികം ദൂരെ വോട്ടിംഗ് മുന്നേറ്റം നടത്തിയിരിക്കുന്നു അനിമോൾ. രണ്ടാം പൊസിഷനിൽ ഷാനവാസാണ് തുടരുന്നത്. 5315 വോട്ടുകളുള്ള ഭൂരിപക്ഷത്തിൽ രണ്ടാം പൊസിഷനിലാണ് ഷാനവാസ് തുടരുന്നത്. ഷാനവാസ് അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ടിങ്ങിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറുകളിൽ തന്നെ വരും മണിക്കൂറുകളിലെ വോട്ട് ഷാനവാസിന് വളരെയധികം നിർണായകവുമാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ. മൂന്നാം പൊസിഷനിൽ അക്ബർ തന്നെ തുടരുന്നു. 4356 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അക്ബർ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. റെന ഫാത്തിമയെ അട്ടിപ്പറിച്ചുകൊണ്ടാണ് അക്ബർ മൂന്നാം പൊസിഷനിലോട്ടായിരിക്കുന്നത്. നാലാം പൊസിഷനിൽ റെന ഫാത്തിമയാണ്. 4309 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ റെന ഫാത്തിമ നാലാം പൊസിഷനിൽ തുടരുന്നു. നേരിയ രീതിയിലുള്ള വോട്ടിംഗ് കുറവ് റെന ഫാത്തിമ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ കണ്ടുവരുന്നുണ്ട്. എന്നാലും വളരെ ചെറിയ വോട്ടുകളുടെ കുറവിലാണ് റെന ഫാത്തിമ നാലാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ അപ്പാനി ശരത് തന്നെ തുടരുന്നു. 4078 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അപ്പാനി ശരത് അഞ്ചാം പൊസിഷനിൽ തന്നെ തുടരുന്നു. വോട്ടിംഗ് തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഡേഞ്ചർ പൊസിഷനിൽ നിന്ന് അപ്പാനി ശരത് ഇപ്പോൾ സേഫ് സോണിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അഞ്ചാം പൊസിഷനിലേക്ക് വന്നതിന് ശേഷം ഇതുവരെ വോട്ടുകൾ കുറഞ്ഞിട്ടുമില്ല. ആറാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ്. 4007 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശൈത്യ സന്തോഷ് ആറാം പൊസിഷനിലേക്ക് നിൽക്കുന്നു. വോട്ടിംഗ് തുടക്കത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണിച്ച ശൈത്യ സന്തോഷ് ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ആറാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഏഴാം പൊസിഷനിൽ ഷാരികയാണ് തുടരുന്നത്. 3879 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാരിക ഏഴാം പൊസിഷനിൽ തുടരുന്നു. ഷാരികയ്ക്ക് വളരെയധികം വോട്ടിൻ്റെ കുറവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ തന്നെ. എട്ടാം പൊസിഷനിൽ ഷാരിക തന്നെ തുടരുന്നു. 3800 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എട്ടാം പൊസിഷനിൽ ശൈത്യ തുടരുന്നു. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണിച്ചുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നില്ല. എട്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഒൻപതാം പൊസിഷനിൽ ഒണിയൽ സാബുവാണ് തുടരുന്നത്. 3689 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒമ്പതാം സ്ഥാനത്താണ് ഒണിയൽ സാബു തുടരുന്നത്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടുവാണ് ഒണിയൽ വന്നിരിക്കുന്നത്. മണിക്കൂറുകളിൽ ഒണിയൽ സാബുവിന് നല്ല രീതിയിലുള്ള വോട്ട് നേരില്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഔട്ടാവാനുള്ള ചാൻസുമുണ്ട്. ഈ ആഴ്ചത്തെ വോട്ടിങ്ങിൻ്റെ വാർത്തകളും ന്യൂസും അറിയാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.